നമുക്ക് ചുരിദാർ സെറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഇന്നലെ ഈസ്റ്റർ ആയിരുന്നല്ലോ, അപ്പോൾ മിനിങ്ങാന്ന് നമ്മൾ കുറേ കോട്ടൻ്റെ ചുരിദാർ സെറ്റ്സിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൺ വേണ്ടവർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇന്ന് നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ മൽച്ചന്തേരിയിൽ വന്നിരിക്കുന്ന സെറ്റാണ്. മൽച്ചന്തേരിയിൽ ഇതേപോലെ ഒരു ഹാൻഡ് കാത്ത വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ. അതേപോലെ ഒരു ഫ്ലവർ, അതും ഹാൻഡ് വർക്കാണ് കേട്ടോ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3780 3780. നമ്മുടെ ഒരു ഓഫ് വൈറ്റ് ടോണിലേക്ക് വന്നിരിക്കുന്ന സെറ്റ്. അതിൻ്റെ ലോവർ പോർഷനിൽ നമ്മൾ ആ ഹാൻഡ് കാത്ത വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ഇതേപോലെയാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും വൺ സൈഡ് ഹെവി ആയിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡിലും നമുക്ക് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. മൽച്ചന്തേരിയിൽ വന്നിരിക്കുന്ന സെറ്റാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ്സ്. അടുത്തത് വരുന്നത് നമുക്ക് ഇത് വരുന്നത് ബ്ലാക്കിലും നമുക്ക് മൽച്ചന്തേരിയിൽ വരുന്ന സെറ്റ്. ഇതിൻ്റെ യോക്കിലെ വർക്ക് കണ്ടോ, ഇതേപോലെ കണ്ടോ, ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് യോക്ക്. നല്ലൊരു ടോണിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇതേപോലെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4480 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ, ദുപ്പട്ടയാണെങ്കിലും നല്ല ഈ പ്യുവർ മസ്ലിനിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. അതായത് പ്യുവർ മസ്ലിനാണ്, സെമി അല്ല, പ്യുവർ മസ്ലിൻ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മസ്ലിനിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. ഇതിൻ്റെ ഓൾ ഓവർ ദ ബോഡിയിൽ ഒരു ബ്ലാക്ക് സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഫ്രണ്ടിൽ. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ഇതും നമ്മുടെ പ്യുവർ മൽച്ചന്തേരിയിൽ തന്നെ വന്നിരിക്കുന്ന സെറ്റ്. അടുത്തത് വരുന്നതും ബ്ലാക്കിൽ. ഇത് നമ്മുടെ മസ്ലിൻ. ഇത് 2490. ഇത് നമുക്കൊരു സെമി മസ്ലിനിൽ വരുന്നതാണ്. യോക്ക് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ ഇതേപോലെ ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡി. ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ അല്ലേ, ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ, ബ്ലാക്ക് അല്ല, ഡാർക്ക് നേവി ബ്ലൂ. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ നമുക്ക് പിറ്റ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട. യോക്കിലും അതേപോലെ തന്നെ സെയിം വർക്കാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആണ് കേട്ടോ, ഡാർക്ക് നേവി ബ്ലൂ. അടുത്തത് വരുന്നത് നമുക്ക് ഒരു പീച്ച് ടോണിൽ ടിഷ്യൂവിൽ വന്നിരിക്കുന്ന ടിഷ്യൂ കോട്ട മെറ്റീരിയലിൽ. നല്ല മെറ്റീരിയലാട്ടോ. ഇതൊക്കെ ഹാൻഡ് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഞാനൊക്കെ പേഴ്സണലി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നല്ല ഹാൻഡ് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനിത് കളറ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് 2 ലെയറായിട്ടായിട്ടിരിക്കുന്നത്. അതിനകത്തും ഇതേപോലെ ആ ഒരു ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്ത് വന്നിരിക്കും. പിറ്റ വർക്കും ഇതും കൂടെ ചെയ്ത് മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന വർക്ക്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നതും. നല്ല സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂ കോട്ടയിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു സീക്വൻസ് വർക്കും കൂടെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2680. അതിൻ്റെ തന്നെ ഒരു പിസ്ത ഗ്രീൻ ടോൺ. നല്ലൊരു ടിഷ്യൂ കോട്ട ആയതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് തോന്നും നമ്മൾ ഇട്ട് കഴിഞ്ഞാലും. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല സ്റ്റൈൽ ചെയ്യാനായിട്ട് നല്ലൊരു സെറ്റാട്ടോ. ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ്. അടുത്തത് വരുന്നത് നമുക്ക് ഇത് നമുക്കൊരു ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയൽ, സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയൽ. ഒരു ലാവൻഡർ പർപ്പിൾ ടോണിലേക്ക് വരും. ചെറിയൊരു ഷൈനിങ് നമുക്ക് വരും. അതുകൂടാതെ ബോഡിയിൽ ഇതേപോലെ ആ ഒരു പിറ്റ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പ്. അതിൻ്റെ ലോവർ എൻഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3480. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇത് ശരിക്കും എക്സാക്റ്റ് ഓർഗൻസ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എക്സാക്റ്റ് ഓർഗൻസ അല്ല കേട്ടോ. ഇത് ഒരു ടിഷ്യൂവും സിൽക്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. അതിനകത്ത് ഇതേപോലെ ഫുൾ ഓൾ ഓവർ ദ ദുപ്പട്ട ഇതേപോലെ വർക്ക് ചെയ്തിട്ട് നല്ലൊരു റിച്ച് ലുക്കാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും നല്ലൊരു റിച്ച് ലുക്കും തോന്നും. പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻസ് ആട്ടോ. അടുത്ത് വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെയുള്ള സെറ്റ്സാണ് കേട്ടോ.
ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയും. ഇത് പിന്നെ തയ്ച്ചിട്ട് വരുമ്പോൾ ചെറിയൊരു ഷൈനിങ്ങും വരും. അപ്പോൾ നല്ല ഒരു ആ ഒരു ഷൈനിങ്, നല്ലൊരു റിച്ച്നെസ് തോന്നുന്ന ഒരു ഷൈനിങ്. അടുത്ത് വരുന്ന അതിൻ്റെ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ. അല്പം ഒരു ബ്രൗണും അല്ലേ, ഒരു ഡസ്റ്റി, കറക്റ്റ് കളറാണോ, ഒരു ഡസ്റ്റി ബ്രൗൺ ടോണിലേക്ക് വന്നിരിക്കുന്ന സെറ്റാട്ടോ. ആൻഡ് ടിഷ്യൂവും കൂടെ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ. അതായത് എക്സാക്റ്റ് ബ്രൗണും അല്ല, അല്പം ഒരു പിങ്കും ബ്രൗണും കൂടെയൊക്കെ ചേർന്ന് വരുന്ന പോലെയുള്ളൊരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് നമുക്കൊരു ക്രീം ഷെയ്ഡിൽ ഇതും അതേപോലെ തന്നെ അല്പം ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള മെറ്റീരിയൽ. ഇതിനകത്ത് നമുക്ക് ബോട്ടം മാത്രമേ ഉള്ളൂ, ലൈനിങ് ഇല്ല. അതിൻ്റെ യോക്ക് കണ്ടോ, യോക്കിൽ നല്ലൊരു ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക്. 3180. അതിനകത്ത് ഇതേപോലെ ആ ഒരു ബുട്ട വീവ് ഓൾ ഓവർ ദ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട്. 3180 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല സെറ്റ്. അതിൻ്റെ ദുപ്പട്ട കണ്ടോ, ദുപ്പട്ടയാണെങ്കിലും നല്ല റിച്ച് ആയിട്ടുള്ള ദുപ്പട്ട. ഇത് നമുക്കൊരു പശ്മീന ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട, അതിനകത്തേക്കൂടെ ഇങ്ങനെ സീക്വൻസ് വർക്കും കൂടെ ആട്ടോ വന്നിരിക്കുന്നത്. അല്പം എന്ന് വെച്ചാൽ എക്സാക്റ്റ് ആ പശ്മീനയല്ല, അതിൻ്റെ ആ ഒരു ലുക്കിൽ നിൽക്കും, എന്നാൽ ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അതിൻ്റെ തന്നെ ടോപ്പ് വരുമ്പോൾ ഒരു ടോപ്പ് സെയിം തന്നെയല്ലേ. ടോപ്പിൻ്റെ വർക്ക് സെയിം തന്നെയാണ് കേട്ടോ, ദുപ്പട്ടയുടെ വർക്കിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ദുപ്പട്ട കാണിച്ചു തരാം, മറ്റേതിൻ്റെ ദുപ്പട്ട മാത്രം എടുത്താൽ മതി. ഇതാണ് അടുത്ത ദുപ്പട്ട വരുന്നത്. അടുത്ത ദുപ്പട്ട ഇത്. ടോപ്പും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതൊരു പർപ്പിൾ പിങ്ക് ഒക്കെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഓൾ ഓവർ ദ ബോഡിയിൽ സീക്വൻസ് വർക്ക് അല്ല കേട്ടോ, നമുക്ക് സ്റ്റോൺ ഇതാണ്, മിറർ വർക്ക് തന്നെയാട്ടോ, ഒറിജിനൽ മിററിൻ്റെ വർക്ക് തന്നെയാട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒറിജിനൽ മിറർ വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ജോർജറ്റിൽ ചിക്കൻ കാരി വർക്ക് വന്നിരിക്കുന്ന ജോർജറ്റിൻ്റെ സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2580, 2580. ഒരു ലൈറ്റ് ഒരു ഗ്രേ ടോണിലേക്ക് വരും. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം തന്നെ, സെയിം വർക്ക്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട, ഒരു ഓഫ് വൈറ്റ് ആ ഒരു ലൈറ്റ് ഗ്രേ ടോണിലേക്ക് ഷെയ്ഡഡ് ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ട, ആൻഡ് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.